ഹലോ ഗൈസ്, വെൽക്കം ടു ലിറ്റിൽ ക്രാഫ്റ്റ്സ്. സോറി, പേര് തന്നെ തെറ്റിപ്പോകുന്നുണ്ട്. അപ്പം ഞാനല്ല ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്ന എൻ്റെ അനിയത്തിയാണ്. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വേസ്റ്റ് ബക്കറ്റാണ്. അപ്പം നമ്മൾ ഇന്ന് ഒരു വേസ്റ്റ് ബക്കറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് ഗൈസ് എൻ്റെ അനിയത്തി. നമുക്ക് തുടങ്ങിയാലോ? അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കോ. പിന്നെ ഗൈസ്, ഞാൻ ഒരു വട്ടം ചെയ്തിട്ട് പാളിപ്പോയ സാധനമാണ്. പാളിപ്പോകുന്നൊന്നും എനിക്കറിയത്തില്ല, ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. ആദ്യം ഇതാണ് പാളിപ്പോയത്. 1 സ്റ്റെപ്പ്. ഇതാണ് ഗൈസ് അവൾ ഉണ്ടാക്കിയത്. കാണിച്ചു പക്ഷേ ഇത് അങ്ങോട്ട് തുറന്നു വരത്തില്ല. കാരണം നമ്മൾ വീട്ടിലൊക്കെ കാണുമ്പോൾ ഇത് തുറന്നു വരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അത് തുറന്ന് വന്നിട്ടില്ല. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കുഴപ്പം. അപ്പം നമ്മളത് മാറ്റി വെച്ചിട്ട് നമുക്ക് പുതിയതുണ്ടാക്കാം. 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിന്ന് ഒട്ടിക്കണം. അപ്പം ഗൈസ് ഇത് ഒന്ന് ഒട്ടിക്കണം. എന്നാൽ ഇങ്ങനെ വെക്കാൻ പറ്റും. പ്ലസ് പോലെ വെക്കണമെന്നായിരുന്നു. ഇതുപോലെ വെക്കണം. ഇത് ഇവിടെ നമ്മൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ്സാണ് വേണ്ടത്. ഇതിൽ ഒരെണ്ണം കിട്ടും. നമ്മൾ ഒന്നും ചെയ്യാത്തത് ഇതിൻ്റെ അകത്ത് ഈ ഫ്രൂട്ട്സിൻ്റെ പടമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കവർ ചെയ്യാത്തത്. കളറൊന്നും അടിക്കാതെ വെച്ചേക്കുന്നത്. അതെ ഗൈസ്, അപ്പം ഞാനിതൊന്ന് ഒടിച്ചെടുക്കട്ടെ. ഒടിക്കടി. ഇപ്പം ഗൈസ് ഞാൻ ഇവിടെ ഒടിച്ചിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ വലിയതാണല്ലോ, ഇത് ഭയങ്കര വലിയ. കുഴപ്പമില്ല, ഉണ്ടാക്കാൻ അറിയാമല്ലോ. അപ്പം നമ്മുടെ ഇവിടെ കത്രിക വേണം. ഇത് നമ്മുടെ ടേബിളാണ്. ഇതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. ഇതെടുക്കാം. ഇതിൽ ഞാൻ ഇവിടം വെച്ച് ജസ്റ്റ് ഒന്ന് ഇത് ഇങ്ങനെ വെക്കും. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യണം. ഒരു ഭാഗം കട്ട് ചെയ്യണം. ഇതിൻ്റെ അളവ് എടുത്തിട്ട് വേണം ഇത് കയറ്റുന്ന രീതി കട്ട് ചെയ്യണം. ഇതിൻ്റെ അളവ് ഇത്രയും വരും അല്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. ഇതാണ് അവള് കട്ട് ചെയ്തപ്പം കട്ട് ചെയ്തു. ഞാൻ കുറച്ച് എൻ്റെ കൈ കെട്ടിക്കൊടുത്തു. അവളുടെ കൈ കുഞ്ഞു ഈ ചെറിയ വിരല്. അപ്പം കയറ്റാൻ പോവാം. കുറച്ചുകൂടെ കട്ട് ചെയ്യണം. കറക്റ്റൊക്കെയാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. വീഡിയോ കാണുമ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ തുറന്ന് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഞാനൊരു പ്രശ്നം നോക്കിയെന്നേ ഉള്ളൂ. ഇതൊക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ വയ്ക്കുന്നത്. കുറച്ച് കയറ്റണം. നോക്കട്ടെ. ഇച്ചിലൂടെ കൈസ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒന്ന് കുറച്ച് പൊക്കി കൊടുക്കണം. ഓക്കെ. ഇനിയും വേണ്ടത് പശയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. തുറക്കട്ടെ ഗൈസ്. ഞാൻ തുറന്നിട്ടുണ്ട്. എവിടെ വെച്ചാണ് കട്ട് ചെയ്യണോ? വേണ്ടെന്ന്. ഇത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ്. പശ തീർക്കുമ്പോൾ വരുന്നില്ല. ഗൈസ് ഇത്രയും പശ മതിയായിരിക്കും. എങ്ങനെയായിരുന്നു കയ്യിലടി ഞാൻ ഇവിടെ മുട്ടിക്ക് ഗൈസ് ഒട്ടിച്ചിരിക്കുന്നു. നമ്മൾ എത്രയും കഴിഞ്ഞു. ഒട്ടിയില്ല പൈസ കൂടെ നമുക്കൊന്ന് വണ്ണം വേണം. പരത്തിയ ഞാൻ ഇത്രയും പരത്തിയത് എന്തിനാന്ന് ചോദിക്കില്ല ഗൈസ്. നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റാണോ? ഇനി അത് കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കണം. ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം വെച്ച് കൊടുത്താൽ അത്രയും നല്ലത്. പക്ഷെ ചെറിയ സാധനം ഒന്നും ഇല്ല. എന്നാലും ഞങ്ങൾ ഇത് ഇരിക്കുമെന്ന് അറിയത്തില്ല ഗൈസ്. ഇതവിടെ തന്നെ വെക്കട്ടെ. നമുക്ക് ഉണങ്ങുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന്. അപ്പോൾ ഗൈസ് ഇത് ഒട്ടുമ്പോഴത്തേക്കും ഒട്ടും. വേറെ ഗ്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഈ ഗ്ലാസ്സിന് പറ്റിയ അളവിലുള്ളൊരു സർക്കിൾ പേപ്പർ കൊണ്ട് ഞങ്ങളുടെ പേപ്പറേ ഉള്ളൂ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ സ്റ്റിക്കറൊക്കെ വെക്കുന്ന കൂട്ടത്തൊരു സാധനമില്ല. സോറി ഗൈസ്. അപ്പോൾ എൻ്റെ കയ്യിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇല്ല. അപ്പം ഞങ്ങൾ പേപ്പർ വെച്ചിട്ട്
A4 സൈസ് പേപ്പറിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അതെ, ഞങ്ങൾ A4 സൈസ് പേപ്പറിനകത്തു നിന്നാണ് കട്ട് ചെയ്ത് ഇവിടെ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടുമ്പോഴത്തേനും നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഈ ഒരു ഹോമിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന സെക്കൻഡ് വീഡിയോ